സ്റ്റാർട്ടായ ഭാഗ്യം. രാവിലെ എഴുന്നേറ്റിട്ട് എന്തെങ്കിലും പരിപാടി സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എഴുന്നേറ്റതാണെങ്കിൽ ഉച്ചയ്ക്ക്. പുറത്തിറങ്ങിയ ഒരു കോഫി മസ്റ്റാണ്. അങ്ങനെ ഒരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് കൂട്ടുകാരനെ വിളിച്ചിട്ട് നേരെ ചായക്കടയിലോട്ട്. ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ നമ്മൾ കഴിക്കാത്തത് കൊണ്ട് ഉച്ചയ്ക്ക് അപ്പവും മുട്ടക്കറിയും കിട്ടി, അത് കഴിച്ചു. അങ്ങനെ അതും കഴിച്ച് അവനെയും പറഞ്ഞു വിട്ടിട്ട് നേരെ MG റോഡിലോട്ട്. നാട്ടിൽ നിന്നൊക്കെ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ ഒക്കെ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ എവിടെ പോകണമെന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആണ് എല്ലാവർക്കും. ബാംഗ്ലൂർ വരാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, ബാംഗ്ലൂർ വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊരു ഇൻട്രസ്റ്റ് ആവുമല്ലോ, അതുകൊണ്ട് 1-2 പ്ലേസ് ഇന്ന് കാണിക്കാന്ന് വിചാരിച്ചു. പോകുന്ന വഴിക്കാണ് മക്ക കഫേ കണ്ടത്. ബാംഗ്ലൂരിലെ ഐക്കോണിക് ഫുഡ് സ്പോട്ടുകളിൽ ഒന്നാണ് മക്ക കഫേ. നമ്മുടെ മമ്മൂക്കയും ദുൽഖറും ഒക്കെ വന്നിരുന്ന് ചായ കുടിച്ചിട്ടുള്ള ഒരു സ്പോട്ടാണ്. ഒരുപാട് സിനിമ ഷൂട്ടൊക്കെ നടന്നിട്ടുള്ള ഒരു കഫേയാണ്. ദുൽഖറും നിത്യമേനോനും അഭിനയിച്ച 100 Days of Loveലെ സോങ് ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. ഇവിടുത്തെ സ്നാക്സിലെ പ്രധാന ഐറ്റംസ് ആണ് സമോസയും ദിൽകുഷും. പാലിനെ അതിന്റെ മാക്സിമം ലെവലിൽ തിളപ്പിച്ചിട്ടാണ് ഇവിടുന്ന് ചായ കുടിക്കുന്നത്. ഈ ഒരു ചായക്കും സ്നാക്സിനും വേണ്ടിയിട്ട് ബാംഗ്ലൂരിന്റെ പല സ്ഥലത്തു നിന്ന് വരെ ആൾക്കാർ വരാറുണ്ട്. അങ്ങനെ അവിടുന്ന് നേരെ ചായയും കുടിച്ചിട്ട് വണ്ടി എടുത്തിട്ട് നേരെ MG റോഡിലോട്ട്. പോകുന്ന വഴിക്ക് പെട്രോൾ കുറവായിരുന്നു, അതിനിടയ്ക്ക് പെട്രോൾ അടിക്കാൻ കയറി. പമ്പിന്റെ തൊട്ടടുത്തുള്ള ഈ ഒരു റെസ്റ്റോറന്റ് ആണ് കോഷീസ്. 1940 സിറിയൻ ക്രിസ്ത്യാനിയായ PO കോഷി ബാംഗ്ലൂരുകാർക്ക് ഒരു ക്ലാസിക് ഗിഫ്റ്റ് കൊടുത്തു. അതാണ് കോഷീസ്. എലിസബത്ത് രാജ്ഞിയും ജവഹർലാൽ നെഹ്റുവും ഒക്കെ വന്നിരുന്ന് കഴിച്ചിട്ടുള്ള ഒരു റെസ്റ്റോറന്റ് ആണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചേർന്ന റെസ്റ്റോറന്റുകളിൽ ഒന്നാണിത്. കൂടാതെ ഒട്ടനവധി പത്രപ്രവർത്തകരും എഴുത്തുകാരും ഒക്കെ വന്നിട്ടുള്ള ഒരു റെസ്റ്റോറന്റ് ആണ്. പണ്ട് കാലത്ത് ഇവിടെ റെസ്റ്റോറന്റിൽ സ്റ്റാഫായിട്ട് നിയമിക്കണമെന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും റെക്കമെൻഡേഷൻ വേണമായിരുന്നു. ബാംഗ്ലൂരിലെ ആദ്യത്തെ AC റെസ്റ്റോറന്റും കോഷീസ് ആണ്. ഇനിയും ഒരുപാട് ചരിത്രം ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. നമുക്കധികം സമയമില്ലാത്തതുകൊണ്ട് അവിടുന്ന് ഒരു ചായയും കുടിച്ചിട്ട് ഞാൻ ഇറങ്ങി. ഇത് തീർന്നില്ലേ? ഇതാണ് വിജയമല്യയുടെ പെന്റ് ഹൗസ്. ഇൻഫിനിറ്റി പൂളും ഹെലിപ്പാഡും ഒക്കെ ഉണ്ട്. അതിനകത്തോട്ട് ആർക്കും കയറാൻ പറ്റത്തില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല ഇവിടെ വരെ വന്നിട്ട് UB സിറ്റി മാളിൽ കയറാതെ പോകുന്നത് ശരിയല്ലല്ലോ. ബാംഗ്ലൂർ എന്ന് കേൾക്കുമ്പോൾ IT കമ്പനീസ് മാത്രമല്ല, സ്റ്റൈലും ക്ലാസും ഉണ്ടെന്ന് തെളിയിക്കുന്ന ഒരിടമാണ് UB സിറ്റി മാൾ. പാർക്കിംഗ് ഫീസ് ഒക്കെ ഓട്ടോമാറ്റിക് മെഷീൻ വഴിയാണ് എടുക്കുന്നത്. ഒരു നീല സ്വിച്ച് ഉണ്ടാവും, അവത്തൽ ഞെക്കുമ്പോഴത്തേക്കിനും നമ്മുടെ വണ്ടി നമ്പർ ഉൾപ്പെടെ ടിക്കറ്റ് നമ്മുടെ കയ്യിൽ വരും. അങ്ങനെ വണ്ടിയും പാർക്ക് ചെയ്തിട്ട് UB സിറ്റി മാളിനകത്തോട്ട്. ഇന്ത്യയിലെ ഫസ്റ്റ് ലക്ഷറി മാളാണ് UB സിറ്റി മാൾ. ഇതിനകത്തോട്ട് കയറുമ്പോൾ തന്നെ നമുക്കൊരു ഇന്റർനാഷണൽ ഫീൽ കിട്ടും. ലക്ഷറി ബ്രാൻഡ്സിന്റെ സ്റ്റോറുകൾ, ഫൈൻ ഡൈനിങ് റെസ്റ്റോറന്റുകൾ, അതും കൂടാതെ സ്കൈ ബാർസ്. ഇന്ത്യയിലെ മോസ്റ്റ് ലക്ഷറിയസ് മാൾ ആയതുകൊണ്ട് തന്നെ ബാംഗ്ലൂർ വരുവാണെന്നുണ്ടെങ്കിൽ UB സിറ്റി മാൾ കാണാതെ പോകരുതെന്നാണ് പറയാറ്. നമ്മുടെ കയ്യിൽ കോടികളൊന്നും ഇല്ലെങ്കിലും പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ ഒരു ലക്ഷറി ഫീൽ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്, അതെ, എനിക്ക് ആവശ്യത്തിലധികമുള്ളതും പണമാണ്. അങ്ങനെ UB സിറ്റി മാളിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ HAL ഹെറിറ്റേജ് സെന്ററിലോട്ട് പോവാണ്. പോകുന്ന വഴിക്ക് നമ്മൾ കാണുന്നതാണ് ഈ ഒരു ബൈബിൾ സൊസൈറ്റി. ഇതിനെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ U-turn എടുത്ത് പോകാൻ നല്ല പാടാണ്. അതുകൊണ്ട് അത് മറ്റൊരു വീഡിയോയിൽ പറയാം. വീക്ക് ഡേയ്സ് ആയതുകൊണ്ടും ഉച്ച സമയം ആയതുകൊണ്ടും 30-40 കിലോമീറ്റർ സ്പീഡിൽ അങ്ങ് തണൽ പിടിച്ച് പോകാം. എയർഫോഴ്സിന്റെ ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഡ്രോൺ ഷൂട്ട് ഒന്നും നടത്താൻ പറ്റില്ല. ഇനിയിപ്പോൾ ഡ്രോൺ ഷൂട്ട് നടത്താൻ പെർമിഷൻ കിട്ടിയാലും പറത്താൻ എൻ്റെ ഡ്രോൺ ഇല്ല. അങ്ങനെ HAL ഹെറിറ്റേജ് സെന്ററിൽ എത്തി. ഇവിടെ 70 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. कभी कभी डिक्लाइन है तो उसका भी हम जिम्मेदार नहीं, हम रेस्पॉन्सिबल नहीं है. ओ तुम्हारा रेस्पॉन्सिबिलिटी नहीं है. We are not refundable amount. Okay. ഇവിടെ വരുന്നവര് മാക്സിമം കയ്യിൽ ക്യാഷ് വെക്കാൻ നോക്കുക. ഓൺലൈൻ ട്രാൻസാക്ഷൻ ഒക്കെ ഡിക്ലൈൻ ആവാറുണ്ട്. കയറുന്നതിന് മുന്നേ നമ്മുടെ പേരും ഫോൺ നമ്പറും ഒക്കെ എഴുതി മേടിച്ചതിന് ശേഷമേ അകത്ത് കയറ്റിവിടുള്ളൂ. അപ്പോൾ ഇതാണ് HAL ഹെറിറ്റേജ് സെന്ററും എയറോസ്പേസ് മ്യൂസിയവും. ഔട്ട്സൈഡിൽ തന്നെ കുറച്ച് എയർക്രാഫ്റ്റ് ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ശരിക്കും ഇത്രയും അടുത്ത് കാണുമ്പോഴാണ് ഇതിന് ഇത്രയും വലിപ്പം ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. 2001 നിലവിൽ വന്ന ഈ ഒരു മ്യൂസിയം ഇന്ത്യയിലെ ആദ്യത്തെ എയറോസ്പേസ് മ്യൂസിയം ആണ്. വെളിയിൽ തന്നെ യുദ്ധവിമാനങ്ങള്, ഹെലികോപ്റ്ററുകൾ, പിന്നെ മിസൈലിന്റെ മോഡലുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ റഡാർ കണ്ടിട്ടില്ലെങ്കിൽ ഇതേ കണ്ടോ, ഇതൊരു റഡാറാ കേട്ടോ. ഇത് കണ്ടോ, ചെറുതല്ലേ, നല്ല ക്യൂട്ടായിട്ടുണ്ട്. കണ്ടോ കണ്ടോ, ഇത് വലിപ്പം കണ്ടോ. അമ്പു ആണ് ഫസ്റ്റ് ഫ്ലൈറ്റ് കേട്ടോ. എത്ര കൊല്ലം ആകാശത്ത് പറന്ന് നടന്നവനാണെന്നറിയോ. ഇതിന്റെ ലീഫിന്റെ നീളം കണ്ടോ. അമ്പു ഇത്രയും നീളമുണ്ട് ലീഫിന്. കണ്ടോ, ഇത് ചെറിയൊരു ഷോപ്പാണ്. ഇവിടെ എയർഫോഴ്സിൻ്റെ ഒക്കെ ടീഷർട്ട്, പിന്നെ എയർക്രാഫ്റ്റിൻ്റെ ഒക്കെ ചെറിയ മോഡലിലുള്ള ടോയ്സ്, അതൊക്കെ മേടിക്കാൻ കിട്ടും. ഇതിനകത്ത് വീഡിയോ പെർമിഷൻ ഇല്ല, ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടത് ഔട്ട്ഡോർ ഡിസ്പ്ലേ ആണ്. ഇനിയിപ്പോൾ ഇൻഡോർ ഡിസ്പ്ലേ ഉണ്ട്. ഈ ബിൽഡിംഗ് ഉണ്ട്, പിന്നെ ആ ഒരു ബിൽഡിംഗ് ഉണ്ട്. എയർക്രാഫ്റ്റിൽ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലൊക്കെ പറന്നിറങ്ങാം. ഇന്ത്യൻ എയർഫോഴ്സിന്റെ പുരാതന ചരിത്രം മുതൽ HAL ടെക്നിക്കൽ ഡെവലപ്മെന്റ് വരെയുള്ള വിവരങ്ങൾ ഫോട്ടോകളിലും എക്സ്പ്ലനറി ബോർഡുകളിലും അതുകൂടാതെ മോഡലുകളായും നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മളിവിടെ വരുന്ന സമയത്തെ ഇതൊക്കെ കാണുന്ന ടൈമിൽ എയർക്രാഫ്റ്റ് പോകും കേട്ടോ. അപ്പോൾ ഭയങ്കര താഴെ കൂടെ പോകുന്നത്. അത് നമുക്ക് ഭയങ്കര അടുത്തായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഭയങ്കര സൗണ്ടാണ്, അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ബാംഗ്ലൂർ വരുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് കാണണം കേട്ടോ, എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ ഇതുപോലുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്നും മറക്കാതെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്തു, ആർക്കെങ്കിലുമൊക്കെ ഉപകാരമാവട്ടെ.